ഇത് ഫ്രീ മീഡിയ കേരള. ഞാൻ നിങ്ങളുടെ സ്വന്തം അമർജിത്ത് വി ഗോപാൽ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ മൂവി മാർക്കോ. മാർക്കോ എന്ന മൂവിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇതൊരു ടിപ്പിക്കൽ വയലൻസ് മൂവിയാണ്. ഹാസിഫ് അദാനിയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഉണ്ണിമുകുന്ദൻ ആണ് അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങിയ ഒരു മികച്ച താരനിരയും കൊണ്ടാണ് സിനിമ വന്നിരിക്കുന്നത്. ഇനി സിനിമയുടെ പോസിറ്റീവ് സൈഡ്സിലേക്ക് കടക്കാം. അണിയറ പ്രവർത്തകരുടെ ഏറ്റവും വലിയ അവകാശവാദം ഈ സിനിമ 100% ഒരു വയലൻസ് ഫിലിമായിരിക്കും എന്നതായിരുന്നു. അതിനോട് എന്താണ് ഈ സിനിമ 100% നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. Now we are looking at technical aspects. Music composed by Ravi Basur with the first single Blood released on November 22, 2024. Cinematography handled by Chandru Sivaraj. Notice for a stylish visual. Editing managed by Shabir Muhammad. And the movie's themes and style violence, described as one of the most violent movie in Malayalam cinema, with a focus on action over narrative depth. The character development. Critical note that the character arc and backstories could have been better developed, partially regarding Marco's relationship. സർട്ടിഫിക്കറ്റ് ആണ്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാവില്ലെങ്കിൽ, ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ മനസ്സിലാവില്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ അത് മനസ്സിലാവും. വില്ലനും വയലൻസ്, നായകനും വയലൻസ്, മൊത്തത്തിൽ ഒരു വയലൻസ് നിറഞ്ഞൊരു സിനിമയാണ്. Now the time for its conclusion. Marco is a positively as a high-octane action thriller that appeals to the fans of the gender, despite the shortcoming and the storytelling. The film released to conclude that with the Christmas weekend aimed to attract a wide audience across a multiple language market. It's a decent movie, highly violent movie. Please think about അതിന് this watch and don't go പുള്ളിയുടെ പശ്ചാത്തല സംഗീതം small heart people. വർക്കൗട്ട് ആയിട്ടുണ്ട് തന്നെ പറയാം. That's my opinion. ഈ മാസ് വയലൻസ് സിനിമ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഒരു കഥ നോക്കാനാണെങ്കിൽ അഡാട്ട് കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. അഡാട്ട് കുടുംബത്തിലെ ദത്തെടുത്തൊരു പുത്രനാണ് മാർക്കോ. കൂടുതൽ കഥ ഞാൻ പറയുന്നില്ല. കഥ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ ഒരു അനശ്വരം, അത് ഇഷ്ടപ്പെടാത്ത ഒരു രീതിയിലോട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ ഇതിലൊരു 10-ലധികം വരുന്ന ഫൈറ്റ് സീനുകൾ എന്താണെന്ന് പ്രേക്ഷകരെ ബോറടിപ്പിക്കാതെ ത്രില്ലടിപ്പിച്ച് പോകണമെന്ന് തന്നെ ഏകദേശം പറയാൻ സാധിക്കും. പിന്നെ പറയാനുള്ള ഏറ്റവും വലിയൊരു ഘടകം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഇംഗ്ലീഷ് സിനിമയുടെ രീതിയിലാണ് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ മാർക്കോയിൽ ഉണ്ണിമുകുന്ദൻ സമ്പൂർണ്ണമായി ആധിപത്യമാണ് അദ്ദേഹത്തിന് അഭിനയം കാഴ്ചവെച്ചിട്ടുള്ളത്. പുള്ളിയുടെ ഒരു മികച്ച പ്രകടനമാണ് സിനിമയുടെ നട്ടല് എന്ന് തന്നെ പറയാം. കൂടെ തന്നെ ജഗദീഷ് സിദ്ദിഖും നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ടതാണ്. പിന്നെ എനിക്ക് വ്യത്യസ്തമായിട്ട് തോന്നുന്നത് ഇതിലെ ടോണി എന്ന വില്ലനാണ്. സമീപകാലത്ത് നായകനൊപ്പം തന്നെ പിടിച്ചേക്കാൻ പറ്റിയൊരു വില്ലൻ. കാരണം ഒരിടയ്ക്ക് നായകൻ തോറ്റു പോകുന്ന ലെവലിലുള്ള പെർഫോമൻസ് സിനിമയിൽ കാഴ്ചവെക്കുന്നുണ്ട് വില്ലൻ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ പറയാനാണെങ്കിൽ ഇത്ര സ്റ്റൈലിഷ് ആയിട്ട് ഉണ്ണിമുകുന്ദനെ അവതരിപ്പിച്ചൊരു സിനിമ ഉണ്ടാവത്തില്ലെന്ന് തന്നെ പറയാം. ഇതൊക്കെയാണ് സിനിമയുടെ പോസിറ്റീവ് സൈഡ്. ഇനി നെഗറ്റീവ് സൈഡ് പറഞ്ഞ പോലെ ഈ സിനിമ ഫുൾ ഓഫ് വയലൻസ് ആണ്. അപ്പം 18+ ആണ്. കൂടാതെ തന്നെ സർട്ടിഫിക്കറ്റ് ആണ് നൽകിയിരിക്കുന്നത്. കുട്ടികൾക്കൊന്നും ഈ സിനിമ കുട്ടികളെ പോയി കാണാൻ പറ്റില്ല, ലോകലഹൃദയർക്ക് പറ്റില്ല, അങ്ങനെ കുറേ നെഗറ്റീവ്സ് ഈ സിനിമയുണ്ട്. ഇതൊരു ഒരു ന്യൂ ജനറേഷൻ വയലൻസ് ഇഷ്ടപ്പെടുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഹിന്ദിയിൽ ഇറങ്ങിയ കില്ല്, ആനിമൽ, ഇപ്പം ഇംഗ്ലീഷിലാണ് റോങ് ടേൺ, അങ്ങനെയൊക്കെ ഉള്ളൊരു റോങ് ടേൺ, ഹ്യൂമൻ സെൻറ്റിപ്പേഡ്, ആ മോഡലൊരു ടിപ്പിക്കൽ മലയാള സിനിമയാണ്. അപ്പം അത് ഇഷ്ടപ്പെടുന്നവർ വന്നാലേ ഇഷ്ടമാവുള്ളൂ. അല്ലാതെ റൊമാൻറ്റിക് കാണാനും അല്ലെങ്കിൽ കോമഡി കാണാനും വരുന്ന ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യത. ഫാമിലിയെ ഉദ്ദേശിച്ചുള്ള സിനിമ ഒന്നുമല്ല ഇത് പക്ക മാസ് വയലൻസ് സിനിമയാണ്. ആ രീതിയിൽ പോയി കാണേണ്ടതാണ്. ആ രീതി നോക്കുമ്പോൾ സിനിമ നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ടുണ്ട്, നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്ന് തന്നെ നിസ്സംശയം പറയാൻ നമുക്ക് സാധിക്കും.
ഈ ഒരു കാലയളവിൽ നമ്മുടെ ബോളിവുഡിൽ തരംഗം സൃഷ്ടിച്ച കില്ല് ആനിമൽ എന്ന എന്ന ഒരു രീതിയിലാണ് മാർക്കോയും വിലയിരുത്തുന്നത് തന്നെ നമുക്ക് നിശ്ചയം പറയാൻ പറ്റും. എന്നാലും ഈ മൂവി റിലീസ് ചെയ്തിരിക്കുന്നത് തൊട്ടടുത്ത തിയേറ്ററിലാണ്. കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് നിങ്ങളോടൊന്ന് പറയും, 1 ലൈഫ് 1 ഡ്രീം 1 പാഷൻ. താങ്ക് യു.